മഞ്ഞുപോലെ മാൻ കുഞ്ഞുപോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ മഞ്ഞുപോലെ മാൻ കുഞ്ഞുപോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നന്നാര തന തന്നന്നാര 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 മുത്തുപോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ ഇളം തെന്നൽ പോലെ മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിൻ്റെ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ ദാവണിക്കുടമോ ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ ദാവണിക്കുടമോ മഴ വെളിത്തിടമ്പോ മദനപ്പൂ വരമ്പോ തമ്പുരു ഞരമ്പോ കണ്ണിൽ താമര കുറുമ്പോ ഒരു കുടത്തണലിൽ ഒതുങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിൻ്റെ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മുത്തുപോലെ തത്ത പോലെ മിന്നൽ പോലെ തെന്നൽ പോലെ ഉദയത്തിൻ മുഖമോ എൻ ഉയിരിൻ്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ ഉദയത്തിൻ മുഖമോ എൻ ഉയിരിൻ്റെ സുഖമോ അലിയുന്ന ശിലയോ അവൾ ആവണിക്കുളിരോ തിരതല്ലും കടലോ തിരിയിട്ട വിളക്കോ തിലകത്തിൻ മുഴുക്കോ നിറം തിങ്കളിൻ വെളുപ്പോ മറന്നിട്ട മനസ്സിൽ മയങ്ങുന്നതാരോ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ നെഞ്ചലിൻ്റെ കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മഞ്ഞുപോലെ മാൻ കുഞ്ഞുപോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ തന്നന്നാര അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മടിയിൽ
ശരത്തിൻ്റെ ഓവറോൾ പെർഫോമൻസ് നന്നായിരുന്നു. പക്ഷേ എനിക്ക് എന്തോ തെരി ആംഖോ ആ പാട്ട് പാടിയതിൻ്റെ ആ ഒരു പാടുമ്പോൾ ഉണ്ടാകുന്നൊരു അപ്പീൽ അത് ഈ പാട്ടിൽ എനിക്ക് കുറവായിട്ടാണ് തോന്നിയത്. ഒരു പക്ഷേ സോങ് സെലക്ഷൻ ആവാം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത്രയും നാൾ എനിക്ക് ശരത്തിൻ്റെ ആ ഒരു ഡിഫക്റ്റ് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലായിരുന്നില്ല. ഈ പാട്ടിൽ കുറച്ച് ക്ലിയർ ആയിട്ട് എനിക്ക് മനസ്സിലായത്, ഫീൽ വരേണ്ട ഫ്രേസസ് ഒക്കെ വരുമ്പം ശരത്ത് വളരെ ഈസി ആയിട്ടും വളരെ റിലാക്സ്ഡ് സുഖിപ്പിച്ച് പാടുന്നുണ്ട്. പക്ഷേ പഞ്ച് ലൈൻസില്ലേ, ഇതിൽ ആ സാധനം ആ ലൈൻ വരുന്ന സ്ഥലത്ത് ആ ഒരു പഞ്ച് ഫീൽ ചെയ്യുന്നില്ല, അതും വളരെ ലൂസായി പോവുക. അങ്ങനത്തെ പഞ്ച് ഫ്രേസസ് വരുന്ന സമയത്ത് അത് ക്രിസ്പി ക്ലീൻ ആയിട്ട് വരണം. പിന്നെ അനുപല്ലവി തുടങ്ങിയ സ്ഥലത്ത് വെരി ഫസ്റ്റ് നോട്ട് പിച്ച് ഔട്ടായിരുന്നു. അതേ പ്രശ്നം ചരണത്തിൻ്റെ സ്റ്റാർട്ടിലും ഫീൽ ചെയ്തു. എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതോടെ ചേർന്ന് പോകുന്നുണ്ട്. അപ്പം ഈ ഫാക്ടേഴ്സൊക്കെ ശ്രദ്ധിച്ച് അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി നല്ല പെർഫോമൻസ് ആയിരിക്കണം. ശരത്ത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടും പാടിയതും പഴയ പാട്ടുകളായിരുന്നു, ഒരു ഫീലുള്ള പാട്ട്. പക്ഷേ പുതിയൊരു പാട്ട് വന്നപ്പോൾ അതിനകത്ത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടിയിരിക്കണം ആ ഒരു സ്റ്റൈൽ. സോഫ്റ്റാണ് ഈ പാട്ട്, ശരിക്കും സോഫ്റ്റ് തന്നെയാണ്. ഇടയ്ക്കൊരു ഈ പറഞ്ഞ പോലെ പഞ്ച് ലൈൻ മാത്രമേ ഉള്ളൂ കുറച്ചൊരു ബോൾഡായിട്ട് വരേണ്ടത്, ബാക്കി ക്രിസ്പി ആവേണ്ടത്, അതെ ലൈഫ് വേണ്ടത്. ബാക്കി തിങ്സൊക്കെ വരുന്നുണ്ട്, ലൈറ്റ് ടച്ചസ്, അതെപ്പോഴും പറയാറുള്ളതാണ്, ലൈറ്റ് ടച്ച് വരുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്. പിന്നെ സസ്റ്റെയിൻസും ലാൻഡിങ്ങും ഒക്കെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാം. പിന്നെ പാടുന്ന സമയത്ത് ഇങ്ങനത്തെ പാട്ട് പാടുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. അതായത് ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇതൊക്കെ വരുന്നുണ്ട്, എല്ലാ ബ്രേക്കിലും ഇങ്ങനത്തെ കുറേ ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സോഫ്റ്റ് പാട്ടുകൾ പാടുമ്പം വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് അത്. എനിക്ക് വേറൊരു കാര്യം കൂടി തോന്നിയത്, ശരത്തിൻ്റെ പാട്ട് വെച്ചിട്ട് എനിക്ക് വളരെ സ്ട്രോങ് ഫീലിംഗ് ശരത്ത് സസ്റ്റെയിൻ ചെയ്യും. പക്ഷേ ഈ ഒരു പെർഫോമൻസ് ഉണ്ടെങ്കിൽ ശരത്തിന് സൂപ്പർ സ്റ്റാർ വരെ എത്താനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സോ പ്ലീസ് ശരത്ത്, നമ്മൾ പറയുന്നത് കുറച്ചെങ്കിലും ശരത്ത് ശ്രദ്ധിക്കണം. സാറേ, ഞാൻ പാടി തുടങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു സന്തോഷം ഫീൽ അങ്ങനെ വരുന്നില്ല. എന്താ ചെയ്യുക ഞാൻ? അതെ ശരത്തെ, വേറൊന്നുമല്ല ചെയ്യുന്നത്, പാട്ട് കുറച്ചുകൂടി ഇൻവോൾവ് ആയാൽ മതി. പാട്ടിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആകുമ്പോഴാണ്. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ ബാലു പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം പാട്ട് വളരെ നന്നായിട്ട് പാടി, വളരെ മെലോഡിയസ് ആയിട്ടുള്ള സോങ്ങാണ്, മെലോഡിയസ് ആയിട്ട് തന്നെ പാടി. കുറച്ചുകൂടെ ഫീൽ ചെയ്ത്, മൊത്തത്തിൽ ലിറിക്സിൻ്റെ അർത്ഥം മനസ്സിലാക്കി കുറച്ചുകൂടെ ഫീൽ ചെയ്ത് പാടായിരുന്നു. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അല്ലെങ്കിൽ സങ് ദ സോങ് വെൽ. ശരത്ത് പാട്ടിൻ്റെ അർത്ഥം മനസ്സിലാക്കി പാടാറുണ്ടോ? അല്ല അതിൻ്റെ സംഗതി മാത്രം ആസ്വദിച്ചാണോ പാടുന്നത്? അല്ല, പലവരും പല സ്റ്റൈലിലാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ്? ഞാൻ പാട്ടിൻ്റെ ട്യൂണിലാണ് അധികം ശ്രദ്ധിക്കുന്നത്. കറക്റ്റ്, വളരെ കറക്റ്റാണ് ആ പറഞ്ഞത്. കാരണം മഞ്ഞ് പോലെ എന്ന് പാടുമ്പോൾ ശരിക്കും മഞ്ഞ് പോലെ തോന്നണമല്ലോ. ശരത്ത് പാട്ടിൻ്റെ ട്യൂൺ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇത്രയും നന്നായിട്ട് ട്യൂൺ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അതിനർത്ഥം കൂടി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇതിനേലും വളരെ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. വെരി ഫസ്റ്റ് 2 lines റാഡ് ലീവ് പോലെ പാടല്ലേ, അതിൽ ഞാൻ കുറച്ചും കൂടി എക്സ്പ്രഷൻ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. കാര്യം ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എല്ലാവരുണ്ടെങ്കിലും ആ ടോട്ടൽ സോങ്ങിൻ്റെ ഒരു ഫീൽ ആ 2 ലൈനിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടണം, എങ്കിലേ നമ്മൾ തുടർന്ന് അത് പ്രൊസീഡ് ചെയ്യുള്ളൂ അതിൻ്റെ നെക്സ്റ്റ് ഇതിലേക്ക്. അപ്പം അത് എനിക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല, ശരത്ത് ആ ഫീല് പല പാട്ടുകളും പാടിയിട്ടുള്ളതും കൂടിയാണ്. എന്തുകൊണ്ടാണത് കിട്ടാതെ പോയതെന്ന് എനിക്കറിഞ്ഞൂടാ. ആ ഒരു നിർത്തുന്നതൊക്കെ പോലെ എൻഡിങ്ങൊക്കെ ശരിക്കും ഒരു ഉള്ളിൽ നിന്ന് വരണം. ശരിക്കും നമ്മൾ ടെക്നിക്കലി ഒരു വെറുതെ പാട്ട് പാടി പോകുന്ന പോലെയല്ല, ശരിക്കും ആ ഒരു ഫീൽ അങ്ങനെ കൃത്യമായിട്ട് വരണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.